ക്യൂബയിലേക്ക് റഷ്യയുടെ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈനായ ഖസാൻ കഴിഞ്ഞ മാസം ഒരു പ്രധാനപ്പെട്ട ഡ്രില്ലിന് പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ഭാഗത്ത് റഷ്യക്കാരെല്ലാം ഇതിനെ വലിയൊരു കാര്യമായി കാണുകയാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ എത്രത്തോളം വലിയൊരു പ്രഷർ അമേരിക്കയിൽ റഷ്യ നൽകിയോ അത്രത്തോളം ഒരു പ്രഷർ വീണ്ടും റഷ്യ അമേരിക്കയിൽ നൽകിയെന്ന് എല്ലാവരും ഇതിനെ വലിയ ആഘോഷമായി കരുതുന്ന സമയത്ത് പെട്ടെന്ന് അമേരിക്കയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. നിങ്ങളുടെ സബ്മറൈൻ ഞങ്ങൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ ഭയപ്പെടുമോ? നിങ്ങളുടെ സ്റ്റെൽത്ത് സബ്മറൈനായ ഖസാൻ അതിന്റെ അക്വാസ്റ്റിക് സിഗ്നേച്ചർ ഞങ്ങൾ എടുത്തു. ഇതിനുശേഷം വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എളുപ്പത്തിൽ സ്റ്റെൽത്ത് മോഡിൽ ഓപ്പറേറ്റ് ആയാൽ പോലും അതിനെ ഞങ്ങൾ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു വലിയ കാര്യം പറഞ്ഞു. ഈ വിവരം വേഗത്തിൽ പടരുമ്പോൾ റഷ്യ ഇതിനായിട്ടുള്ള ഒരു മറുപടി നൽകി. ഇല്ല, അമേരിക്ക പറയുന്നത് പോലെ ഞങ്ങളുടെ സബ്മറൈൻ്റെ അക്വാസ്റ്റിക് സിഗ്നേച്ചർ അത്ര പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ അവർ എടുത്താൽ പോലും ഞങ്ങളുടെ സബ്മറൈൻസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു വിശദീകരണം നൽകി. ഇവയിൽ ഏതാണ് സത്യം? സത്യത്തിൽ റഷ്യയുടെ കപ്പലിനെ അമേരിക്ക കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചോ, അല്ലെങ്കിൽ ഇത് എപ്പോഴത്തെയും പോലെ സാധാരണ ഒരു വാർത്തയാണോ? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഖസാൻ ന്യൂക്ലിയർ സബ്മറൈൻ റഷ്യയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ അന്തർവാഹിനികളിൽ ഒന്ന്. കാരണം ഇതൊരു ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണ്. പല മാസങ്ങളോളം സപ്ലൈസുമായി ഈ ഒരു സബ്മറൈന് കടലിനുള്ളിൽ തന്നെ പതുങ്ങിയിരിക്കാൻ സാധിക്കും. റഷ്യയിൽ ഉള്ളതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട സബ്മറൈനാണ് ഈ ഖസാൻ. 1990കളിൽ ഇതിന്റെ പദ്ധതി തുടങ്ങിയാൽ പോലും 2019 ഇവ പുറത്തേക്ക് ഇറങ്ങുന്നത്. 2021 മുതൽ ആക്റ്റീവായി ഇത് നാവികസേനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ സൈസ് എത്രയെന്ന് ചോദിച്ചാൽ 140 മീറ്റർ നീളം. ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നടുവിൽ ഈ ഒരു കപ്പലിനെ നിർത്തിയാൽ അതിന്റെ ഡയമെൻഷൻ അനുസരിച്ച് ഈ ഒരു ഗ്രൗണ്ട് പോലും ആ കപ്പലിന് തികയില്ല. അത്രത്തോളം വലിയ അണ്ടർ വാട്ടർ സബ്മറൈൻ, ക്രൂയിസ് മിസൈൽ സബ്മറൈൻ എന്നും പറയാം. ഈ ഒരു സബ്മറൈനെ വളരെ ഡെഡ്ലിയാക്കി മാറ്റുന്നത് അതിന്റെ സ്റ്റെൽത്ത് ഫീച്ചേഴ്സും കൂടാതെ അതിൽ നിന്നും ഉപയോഗിക്കുന്ന മിസൈൽസുമാണ്. കിൻസൽ ഹൈപ്പർസോണിക് മിസൈൽസ്, P800 ഓണിക്സ്, വീണ്ടും പല അണ്ടർ വാട്ടർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ്, ഇവയെല്ലാം ഈ ഒരു സബ്മറൈന് ഫയർ ചെയ്യാൻ സാധിക്കും. വളരെ ഡെഡ്ലിയായ സബ്മറൈൻ കാറ്റഗറീസിലുള്ളതാണ് ഖസാൻ. ഇനി നാറ്റോ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പേടി സ്വപ്നം എന്ന് തന്നെ പറയാം ഈ ഖസാനെ. ഇത്ര പ്രധാനപ്പെട്ട സബ്മറൈനെ റഷ്യ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിപ്പിച്ചു. കാരണം ഇതൊരു സ്റ്റെൽത്ത് സബ്മറൈൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ക്യൂബയിൽ നടന്ന അക്വാസ്റ്റിക് സിഗ്നേച്ചർ ക്യാപ്ചറിന് മുൻപ് വരെയും അമേരിക്കയെ കൊണ്ട് അല്ലെങ്കിൽ നാറ്റോയിൽ ഏത് നാടുകളെ കൊണ്ടും ഇതിന്റെ ഒരേ ഒരു ചെറിയ ഡിറ്റക്ഷൻ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അണ്ടർ വാട്ടർ സൗണ്ട്സ് ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോണാർ സിഗ്നേച്ചർ, ഇങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. നാറ്റോയ്ക്ക് വലിയൊരു ഭയം നൽകിയ, നാറ്റോ നാടുകളുടെ കണ്ണിൽ പൊടിയിട്ട ഒരു സബ്മറൈനാണിത്. അങ്ങനെ ഇത്രത്തോളം മികച്ച ഒരു സബ്മറൈനെ ക്യൂബയിലേക്ക് അയക്കണമെന്ന് റഷ്യ കഴിഞ്ഞ മാസം ഒരു തീരുമാനത്തിലെത്തി. അതുപോലെ ഈ ഒരു കപ്പൽ ക്യൂബയിലേക്ക് പോയി വന്നു. ക്യൂബയിലേക്ക് പോയതിനു ശേഷം റഷ്യൻ മീഡിയാസ്, അതുപോലെ ലോകത്തിലുള്ള പല മീഡിയാസ് പറഞ്ഞത് അമേരിക്കയ്ക്ക് അടുത്ത് റഷ്യയുടെ ഒരു സബ്മറൈൻ വന്നു, അതും റഷ്യയിൽ ഉള്ളതിൽ വെച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് സബ്മറൈൻ ആണ്, ഇതിനെ അമേരിക്കയ്ക്ക് കണ്ടെത്താനേ സാധിക്കില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളും അതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ക്യൂബയിൽ റഷ്യയുടെ സബ്മറൈൻ പോയത് ഒരു സാധാരണ കാര്യമേ അല്ല എന്ന്. എന്നാൽ അടുത്തിടെ ഒരു വിവരം അമേരിക്കയിൽ നിന്നും വന്നു. നിങ്ങളുടെ സബ്മറൈൻ നിങ്ങൾ ഞങ്ങൾക്ക് അടുത്തേക്ക് അയച്ചു, പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറന്നു. ക്യൂബയെ സംബന്ധിച്ച് അമേരിക്കയുടെ ആന്റി സബ്മറൈൻ സോണിലാണ് ക്യൂബ വരുന്നത്. ഇങ്ങനെയുള്ള ക്യൂബയിൽ നിങ്ങൾ സബ്മറൈൻ അയക്കുമ്പോൾ അവിടെ ക്യൂബയ്ക്ക് അടുത്തുള്ള അമേരിക്കൻ അലയൻസിൽ ഈ സബ്മറൈൻ ഡിറ്റക്ട് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ്, സൂപ്പർ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ്, അതിന്റെ കമാൻഡർ യൂണിറ്റ്സ് എല്ലാം ഉണ്ട്. അതിൽ ഇതിന്റെ സിഗ്നേച്ചർ വന്നിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് റഷ്യയെ നോക്കി ഒരു വലിയ ചോദ്യം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർ ചിന്തിച്ചത്, അപ്പോൾ റഷ്യയുടെ സബ്മറൈൻ സിഗ്നേച്ചർ അമേരിക്ക കണ്ടെത്തിയോ? അങ്ങനെയെങ്കിൽ ഇതിനുശേഷം ഈ ഒരു സബ്മറൈനെ അമേരിക്കയ്ക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമല്ലോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇന്റർനെറ്റിൽ പടർന്നു. ഇതിന് അമേരിക്ക പറഞ്ഞത് ഈ അക്വാസ്റ്റിക് സിഗ്നേച്ചർ എന്നത് സബ്മറൈൻ ഡിറ്റക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അണ്ടർ വാട്ടറിൽ വളരെ ഫ്രീക്വൻസി കുറവുള്ള സൗണ്ട് വേവ്സ് ഉപയോഗിച്ചാണ് പാസീവ് മോഡിൽ ഈ ഒരു സബ്മറൈനെ ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഈ സബ്മറൈന്റെ സ്ട്രക്ചർ അവരെ കൊണ്ട് 3D സ്ട്രക്ചറിൽ കാണാൻ സാധിക്കും. ഏത് സ്ഥലത്താണ് അതുള്ളത്, എത്ര സ്പീഡിൽ അത് വരുന്നു, ഇങ്ങനെയൊക്കെ. അങ്ങനെയുള്ള ഖസാന്റെ അക്വാസ്റ്റിക് പെർഫോമൻസ് അവർ ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സംഭവം എങ്ങനെ നടന്നു എന്നറിയുന്നതിന് മുൻപ് ആദ്യം ഡിറ്റക്ഷൻ മെത്തേഡിനെ കുറിച്ച് അറിയാം. എങ്ങനെയെല്ലാം ശത്രുനാടുകൾ അണ്ടർ വാട്ടറിലുള്ള സബ്മറൈനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ആദ്യത്തേത് ആക്റ്റീവ് സോണോബോയ്. ആന്റി സബ്മറൈൻ വാർഫെയറിൽ പങ്കെടുക്കുന്ന വിമാനത്തിൽ നിന്നും സോണോബോയ് എന്ന ഡിവൈസ് താഴെ ഇടുമ്പോൾ അത് ആക്റ്റീവ് പാസീവ് മോഡിൽ വർക്കാകും. ആക്റ്റീവ് മോഡ് എന്തെന്ന് ചോദിച്ചാൽ
ഇതിൽ നിന്നും എമിറ്റ് ആകുന്ന ഒരു വേവ് കൂടുതൽ ഫ്രീക്വൻസിയോടുകൂടി കടലിനുള്ളിലേക്ക് ട്രാവൽ ചെയ്ത് അകത്തുള്ള സബ്മറൈനിൽ തട്ടി റിഫ്ലക്റ്റ് ആയി വരുന്നതാണ് ആക്റ്റീവ് സോണോബോയുടെ ജോലി. ഇങ്ങനെ റിഫ്ലക്റ്റ് ആകുന്ന വേവിനെ കണക്ട് ചെയ്ത് എത്ര ദൂരത്തിൽ നിന്നും ആ സിഗ്നൽ വരുന്നു, എത്ര വേഗത്തിൽ അത് വരുന്നു എന്നുള്ളത് കണക്ക് കൂട്ടി അവിടെ ഒരു സബ്മറൈൻ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് ആക്റ്റീവ് മെത്തേഡ്. പാസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോർമലായി സോണോബോയ് എന്നത് കടലിനടിയിൽ തന്നെ അങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കുമ്പോൾ വളരെ ചെറിയ ഫ്രീക്വൻസിയോട് കൂടിയുള്ള തിരമാലകൾ, വേവ്സ്, വളരെ കുറഞ്ഞ വേവ്സിനെ ക്യാപ്ചർ ചെയ്യും. സാധാരണ കടലിനുള്ളിൽ ജീവിക്കുന്ന ജീവികൾ പുറത്തുവിടുന്ന ശബ്ദത്തിനും വേവിനും അല്ലെങ്കിൽ സബ്മറൈൻ കാരണം ഉണ്ടാകുന്ന ലോ ഫ്രീക്വൻസി ഉള്ള വേവിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതുവഴി ആ സബ്മറൈനെ കണ്ടുപിടിക്കുന്നതാണ് പാസീവ് മെത്തേഡ്. ഇത് എയർക്രാഫ്റ്റ് ബേസ്ഡ് മെത്തേഡ് ആണ്. അടുത്തത് കപ്പലുകൾ ഉപയോഗിച്ച് ഇവയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ കപ്പൽ ഉപയോഗിച്ച് കൂടുതൽ എഫക്റ്റീവായി തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം അതിൽ GPB എന്ന് പറയപ്പെടുന്ന ടൗഡ് സോണാർ സിസ്റ്റം ഉപയോഗിക്കും. കപ്പൽ വഴി വളരെ അതിനവീന സോളാർ സിസ്റ്റം ഉപയോഗിച്ച് ആക്റ്റീവ് മെത്തേഡിൽ ഇവയെ കണ്ടുപിടിക്കും. ഇതിലും ഒരു പാസീവ് മെത്തേഡ് ഉണ്ട്, പക്ഷെ കൂടുതൽ സമയങ്ങളിലും പാസീവ് മെത്തേഡ് ഉപയോഗിക്കാറില്ല. ആക്റ്റീവ് സോണാർ വേവ്സിനകത്തേക്ക് അയക്കുകയും അത് തിരികെ ക്യാപ്ചർ ചെയ്ത് സബ്മറൈനെ ഡിറ്റക്ട് ചെയ്യുക. ഇങ്ങനെ കപ്പൽ വഴിയും അവയെ കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ മെത്തേഡാണ് സബ്മറൈനെ ഉപയോഗിച്ച് സബ്മറൈനെ കണ്ടെത്തുക. ഇതിലും ആക്റ്റീവ്, പേഴ്സീവ് മെത്തേഡ് രണ്ടുമുണ്ട്. പക്ഷെ ഉള്ളതിൽ വെച്ച് വളരെ പ്രയാസകരമായ ഒരു കാര്യം സബ്മറൈൻ ഉപയോഗിച്ച് മറ്റൊരു സബ്മറൈനെ കണ്ടെത്തുകയാണ്. അത് മറ്റു നാടുകളുടെ സബ്മറൈനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ ഒരു സ്റ്റെൽത്ത് സബ്മറൈനെ കണ്ടുപിടിക്കുക, അതും റഷ്യയുടെ പക്കലുള്ള ഇങ്ങനെയുള്ള സ്റ്റെൽത്ത് സബ്മറൈനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഞാനീ പറഞ്ഞ 3 മെത്തേഡാണ് സബ്മറൈനെ കണ്ടുപിടിക്കുന്നതിൽ ഇപ്പോൾ ആക്റ്റീവായി ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. സബ്മറൈൻ മോണിറ്ററിംഗിനായി മറ്റു പല സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിലെ പല സമുദ്രഭാഗങ്ങളിലും ഈ ആക്റ്റീവ് സബ്മറൈൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ് കടലിനടിയിൽ വെച്ചിട്ടുണ്ടാകും. അത് ആ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ തിരമാലകൾ, ചെറിയ ശബ്ദം, ഇവയെല്ലാം ക്യാപ്ചർ ചെയ്ത് അവിടെ ഒരു സബ്മറൈൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിച്ചു കൊടുക്കും. റഷ്യയെ സംബന്ധിച്ച് അമേരിക്കയെ ആക്രമിക്കണം, അമേരിക്കൻ ഭാഗത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് കടലിലേക്ക് കടക്കാൻ വളരെ ലിമിറ്റഡ് ഗ്യാപ്പ് മാത്രമാണുള്ളത്. ഇവിടെ നാറ്റോയും നാറ്റോയുടെ സഖ്യവും റഷ്യൻ സബ്മറൈൻസിനെ കണ്ടെത്താനായി കൂടുതൽ അണ്ടർ വാട്ടർ സെൻസേഴ്സും ഘടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ആർട്ടിക് കടൽ കഴിഞ്ഞ് അറ്റ്ലാന്റിക് കടലിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാ സെൻസേഴ്സിനെയും ക്രോസ് ചെയ്ത് വേണം റഷ്യയുടെ സബ്മറൈൻസിന് വരാൻ. ഇതിൽ റഷ്യയുടെ മറ്റ് സബ്മറൈൻസിന്റെ അക്വാസ്റ്റിക് സിഗ്നേച്ചർ ഇതുവരെയും കണ്ടുപിടിച്ചു എന്നതല്ലാതെ ഈ ഖസാൻ സബ്മറൈൻസിനെ ഏതൊരു സെൻസേഴ്സും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ക്യൂബ കടലിലേക്ക് വന്നപ്പോൾ പോലും ഈ പെരുങ്കടൽ കഴിഞ്ഞാണ് റഷ്യയുടെ കപ്പലുകൾ വന്നത്, റഷ്യയുടെ സബ്മറൈൻ വന്നത്. എന്നാൽ ഏതൊരു സെൻസേഴ്സിലും ഈ ഒരു സബ്മറൈന്റെ അക്വാസ്റ്റിക് സിഗ്നേച്ചർ അവരെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ പ്രശ്നം എവിടെ ഉണ്ടാകുന്നുവെന്നറിയാമോ? അവിടെയുള്ള സെൻസേഴ്സിലൊന്നും ഇത് അകപ്പെട്ടില്ല. അത് വെറും സെൻസർ ഡേറ്റ ഇൻപുട്ടായി വാങ്ങി പ്രോസസ് ചെയ്യുന്നത് മാത്രമാണ്. എന്നാൽ ക്യൂബയെ സംബന്ധിച്ച് അത് അമേരിക്കയ്ക്ക് വളരെ അടുത്തുള്ളത് കൊണ്ട് അമേരിക്കയിൽ നിന്നും ഒരു പ്രത്യേക ദൂരത്തിൽ ആന്റി സബ്മറൈൻ സോൺ എന്ന ഒന്ന് അമേരിക്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന് നടുവിൽ അതിനവീന സെൻസേഴ്സ്, അവരുടെ ആന്റി സബ്മറൈൻ എയർക്രാഫ്റ്റ് എല്ലാം അവർ പറപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെയുള്ള സെൻസേഴ്സിൽ നിന്നും അതിനവീന സെൻസേഴ്സിൽ നിന്ന് വരുന്ന സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്റ്റേഷൻസും അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അറ്റ്ലാന്റിക് കടലില് നോർവീജിയൻ സീ ആയാലും ബാരൻ സീ ആയാലും അവിടെയുള്ള സെൻസേഴ്സ് എല്ലാം റിപ്പീറ്റഡ് ആയി പല സബ്മറൈൻസിന്റെ പോക്കുവരത്തെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ഖസാൻ സബ്മറൈന്റെ അക്വാസ്റ്റിക് പ്രൊഫൈൽ ഇവരെ കൊണ്ട് വേർതിരിച്ചെടുക്കുക എന്നുള്ളതും പ്രയാസകരമായ കാര്യമാണ്. അത് അസാധ്യമായ കാര്യമാണ്. ഈ സ്ഥലത്ത് റഷ്യയുടെ ഒരു കപ്പൽ വരുമ്പോൾ അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു മൂവാണ്. അതുവരെയും അങ്ങനെ ഒരു കപ്പൽ വന്നിട്ടേ ഉണ്ടാകില്ല. മാത്രമല്ല, അമേരിക്കയ്ക്ക് അടുത്ത് വലിയ ശത്രു രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല. അവരുടെ സബ്മറൈനും അകത്തേക്ക് വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് 100 സിഗ്നൽസ് അല്ലെങ്കിൽ 1000 സിഗ്നൽസ് കിട്ടുന്നു. ഈ 1000 സിഗ്നൽസിൽ നിന്നും ഒരേയൊരു സിഗ്നലിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളത് കഠിനമായ കാര്യമാണ്. എന്നാൽ അമേരിക്കയുടെ അതിനവീന സെൻസേഴ്സ് ഉള്ള ആ ഒരു സോണിനകത്ത് ഒരു 5-10 സിഗ്നൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. ആ 10 സിഗ്നലിൽ ഏതോ ഒന്ന് റഷ്യയുടെ സബ്മറൈൻ സിഗ്നലാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ അമേരിക്ക വന്നിട്ടുണ്ട്. അതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നും പറയുന്നു ചിലർ. ഞങ്ങൾ വേർതിരിച്ചെടുത്തു എന്നും പറയുന്നു. റഷ്യയുടെ അക്വാസ്റ്റിക് പ്രൊഫൈൽ ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് പറയുന്നു. ഇത് അമേരിക്ക പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞതെല്ലാം എങ്ങനെ അതിനെ കണ്ടുപിടിക്കാം, ഇവിടെ എങ്ങനെ റഷ്യയുടെ കപ്പലിന്റെ അക്വാസ്റ്റിക് പ്രൊഫൈൽ അമേരിക്ക എടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഇതിന് റഷ്യയുടെ മറുപടി എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ ഇത്രത്തോളം ചിന്തിക്കുന്ന സമയത്ത് ഒരു കപ്പൽ അയക്കുന്നതിന് മുൻപ് ഞങ്ങൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാകും, അതിലൂടെ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകും, അതും നിന്റെ ആന്റി സബ്മറൈൻ സോൺ അവിടെ ഉണ്ടെന്ന കാര്യം ഞങ്ങൾക്കറിയാം. അത് അറിഞ്ഞിട്ടും ഞങ്ങൾ അത് അയക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് അത് തിരിച്ചറിയാൻ കഴിയില്ലേ, ഞങ്ങളതൊന്നും ശ്രദ്ധിക്കില്ലേ എന്ന് റഷ്യ പറയുന്നു. അമേരിക്ക ആ സ്ഥലത്ത് ഏതൊക്കെ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ കപ്പലുകളെ കണ്ടുപിടിക്കാൻ അവർ ഏതൊക്കെ ജോലികൾ ചെയ്യും എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം.
അറ്റ്ലാന്റിക് കടൽ എന്നത് അമേരിക്കയ്ക്കും പ്രധാനമാണ്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും നാളെ പ്രശ്നം വന്നാൽ റഷ്യൻ സബ്മറൈൻസിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണത്. എന്നാൽ ആർട്ടിക് കടലിനും അറ്റ്ലാന്റിക് കടലിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ കപ്പൽ അകത്തേക്ക് വന്നു. ഞങ്ങളുടെ കപ്പലിന്റെ അക്വാസ്റ്റിക് പ്രൊഫൈൽ നിങ്ങൾ എടുത്തു എന്നും പറയുന്നു. അതിന്റെ സൗണ്ട്സ് ഞങ്ങൾ കണ്ടെത്തിയെന്നും ഇതുപോലൊരു സൗണ്ട് വേവ് വന്നാൽ ആ സ്ഥലത്ത് നിങ്ങളുടെ കപ്പൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നും നിങ്ങൾ പറയുന്നു. പക്ഷേ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നത് സ്റ്റെൽത്ത് മോഡിലേ അല്ല. ഞങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സർവീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കപ്പൽ വരുന്നു എന്നുള്ളത് ഞങ്ങൾ ഓപ്പണായി തന്നെ അറിയിക്കുന്നുമുണ്ട്. നിങ്ങൾ അതുവഴി എടുക്കുന്ന ഏതൊരു ഡേറ്റയും ഞങ്ങളുടെ കപ്പലിനെതിരെ ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും അതിന്റെ ലോ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് അത് മാത്രമേ കണ്ടുപിടിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. അടുത്ത് ഞങ്ങൾ സ്റ്റെൽത്ത് മോഡിൽ ഞങ്ങളുടെ അന്തർവാഹിനിയെ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ സൗണ്ടിനെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനേ സാധിക്കില്ല. ഈ അക്വാസ്റ്റിക് പ്രൊഫൈലിനെ ഓവർകം ചെയ്യാൻ ഞങ്ങളുടെ പക്കൽ ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് ടാർഗറ്റ് ടോർപിഡോസും ഉണ്ട്. നിങ്ങൾക്ക് അതിനെ പോലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ ആർട്ടിക് കടലിൽ നടക്കാൻ പോകുന്ന സബ്മറൈൻ വാർഫെയറിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോലും സാധിക്കില്ല. ഞങ്ങളുടെ പക്കലുള്ള മിസൈൽസ് ഉപയോഗിച്ച് ഞങ്ങൾ ആർട്ടിക് കടലിൽ നിന്നും നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പലുകളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വരാനേ സാധിക്കില്ല. കാരണം ആർട്ടിക്കിനെ സംബന്ധിച്ച് മുകളിൽ ഐസ് കൊണ്ട് മൂടിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുക? നിങ്ങളുടെ കപ്പലുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങളുടെ സബ്മറൈനെ കൊണ്ട് ഞങ്ങളുടെ സബ്മറൈനെ ഡിറ്റക്ട് ചെയ്യാനും സാധിക്കില്ല. അത് സമ്മതിക്കണം. കാരണം അമേരിക്കയുടെ സബ്മറൈൻ ഡിറ്റക്ഷൻ റേഞ്ച് എന്നത് റഷ്യൻ സബ്മറൈൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. എന്നാൽ റഷ്യൻ സബ്മറൈൻസ് അമേരിക്കൻ സബ്മറൈൻസിനെ കണ്ടുപിടിക്കുന്ന റേഷ്യോ എന്നത് 1:5 ആണ്. റഷ്യയുടെ 5 കപ്പലുകളിൽ ഒന്നിനെ വേണമെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കും. എന്നാൽ അമേരിക്കയുടെ 5 കപ്പലുകളെയും റഷ്യക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സബ്മറൈൻ ടെക്നോളജിയിൽ ഇപ്പോൾ റഷ്യയാണ് മികച്ചു നിൽക്കുന്നത്. കാരണം കൂടുതൽ സബ്മറൈൻസും റഷ്യക്കാണുള്ളത്. അങ്ങനെ ഈ യുദ്ധം കടലിലേക്ക് പോകുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് പോകും. ഞങ്ങളുടെ സബ്മറൈൻസിനെ നിങ്ങളെ കൊണ്ട് റീച്ച് പോലും ചെയ്യാൻ സാധിക്കില്ല എന്ന് വീണ്ടും റഷ്യ ഒരു വലിയ വെല്ലുവിളിയാണ് അമേരിക്കയ്ക്ക് നൽകിയത്. ഒരു ഭാഗത്ത് അമേരിക്ക അക്വാസ്റ്റിക് പ്രൊഫൈൽ എടുത്തു എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് അക്വാസ്റ്റിക് പ്രൊഫൈൽ അല്ലേ നിങ്ങൾ എടുത്തുള്ളൂ, അത് വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ബാരൻ സീയും നോർവേജിയൻ സീയും എല്ലാം കഴിഞ്ഞാണ് ഞങ്ങളുടെ കപ്പൽ അറ്റ്ലാന്റിക് കടലിലേക്ക് കടന്നത്. അവിടെ എത്തിയപ്പോഴാണ് നീ കണ്ടുപിടിച്ചത്. സത്യത്തിൽ നിനക്ക് അക്വാസ്റ്റിക് പ്രൊഫൈൽ എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കേണ്ടതായിരുന്നു. അവിടെ നിന്റെ സെൻസസ് ഉണ്ട് എന്ന് അറിഞ്ഞാണ് ഞങ്ങളുടെ കപ്പൽ അവിടെ അയച്ചത്. എല്ലാം അറിഞ്ഞ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ സൗണ്ട് വേവ്സ് മാത്രം ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ പോലും ആക്റ്റീവ് മോഡിൽ നിങ്ങളുടെ സോണാസ് ഉപയോഗിച്ച് ഞങ്ങളുടെ കപ്പലുകളെ ലൊക്കേറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് വീണ്ടും റഷ്യ അമേരിക്കയ്ക്ക് ഓർമ്മപ്പെടുത്തി. അത് സത്യമാണ്. കാരണം അമേരിക്കയും പറഞ്ഞു ലോ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഉപയോഗിച്ചാണ് അക്വാസ്റ്റിക് ഫ്രീക്വൻസി എടുത്തത് എന്ന്. അതായത് വെറും സബ്മറൈൻ കാരണമുണ്ടാകുന്ന ശബ്ദം വഴി സബ്മറൈനെ കണ്ടുപിടിക്കുന്നതാണ് പാസീവ് മെത്തേഡ്. അതുവഴിയാണ് അമേരിക്കയും കണ്ടുപിടിച്ചത്. ആക്റ്റീവ് മെത്തേഡിൽ അമേരിക്കയ്ക്ക് കണ്ടുപിടിക്കാനേ സാധിച്ചില്ല. ഇത് റഷ്യ വീണ്ടും ചൂണ്ടിക്കാണിച്ചു. ഈ ലോ ഫ്രീക്വൻസി വേവ് ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയെ കൊണ്ട് റഷ്യയുടെ സബ്മറൈൻസിന്റെ അക്വാസ്റ്റിക് പ്രൊഫൈൽ എടുക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി കൊടുക്കുന്ന രീതിയിലാണോ റഷ്യ അവരുടെ സബ്മറൈൻസ് അയച്ചത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഈ 2 പേരിൽ സബ്മറൈൻ വാർഫെയറിൽ ആർക്കായിരിക്കും വിജയം ലഭിക്കുന്നത്? അതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.